അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്താണെന്ന് ഒരു മിനിറ്റിനുള്ളിൽ പഠിച്ചാലോ? എങ്കിൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും അറിയപ്പെടാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ആൻസർ സിമ്പിൾ ആണ്. ബാലൻസ് ഷീറ്റിൽ ഒരു സൈഡിൽ അസറ്റും മറ്റേ സൈഡിൽ ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റിയുമാണ് കാണിക്കേണ്ടത്. വെറുതെ കാണിച്ചാൽ മാത്രം പോരാ, ബാലൻസ് ഷീറ്റ് ടാലി ആകുകയും വേണം. ഇവിടുത്തെ ഇക്വേഷൻ എന്തായിരിക്കും? അസറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റി. അത് തന്നെയാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു ബിസിനസിന്റെ അസറ്റ് എന്ന് പറയുന്നത് അതിന്റെ ലൈബിലിറ്റിയുമായി തുല്യമായിരിക്കണം. നമ്മുടെ വീടുകളിൽ വരവറിഞ്ഞ് ചെലവാക്കുക എന്ന് പറയില്ലേ, അതുപോലെ തന്നെ. ഇനി ഒരു ഡൗട്ട് തോന്നാം, എന്തുകൊണ്ടായിരിക്കും ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റി എന്ന് പറയുന്നത്? മുഴുവൻ ലൈബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പോരെ? അതിന്റെ കൺസെപ്റ്റ് അക്കൗണ്ടിംഗ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. അതായത് ബിസിനസ്സും ഓണേഴ്സും 2 ആയിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഓണർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ബിസിനസിനൊരു ബാധ്യതയാണ്, തിരിച്ചു നൽകേണ്ട എമൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. മറ്റ് ലയബിലിറ്റിയെ എക്സ്റ്റേണൽ ലയബിലിറ്റിയായി കാണും. അക്കൗണ്ടിംഗ് ഇക്വേഷൻ അനുസരിച്ചാണ് ഡബിൾ എൻട്രി സിസ്റ്റവും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ട്രാൻസാക്ഷന് 2 എഫക്ട്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ തുല്യവുമായിരിക്കണം.